Hi all. So in this video, we're going to deal with the rest of the topics from Module 4 of IEFT paper under the KTU Technological University. And in this video, we'll be starting with the three sectors in an economy. So fourth module, the first video we discuss national income, the methods, the related topics, terminologies, അതിനുശേഷം നമ്മൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ട് ഇക്കോണമിയിൽ എന്നുള്ളത്. സോ വിൽ ബി എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ ത്രീ സെക്ടേഴ്സ് ഇൻ എൻ ഇക്കോണമി. So basically in every economy, for any country for that matter, the economy, the sectors in the economy has been divided into three. മൂന്ന് sectors ആയിട്ടാണ് നമ്മൾ economy നമ്മൾ തിരിക്കുന്നത്. First one, you have your primary sector, then you have your secondary sector, and the third one is your tertiary sector. ആൻഡ് നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സെക്ടർ നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയും, സെക്കൻഡറിനെ നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നു, ടേർഷറിനെ നമ്മൾ സർവീസ് സെക്ടർ എന്ന് പറയുന്നു. പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ കൂടുതലും അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആയിരിക്കും. ഓക്കെ, കൃഷിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, സെക്കൻഡറിയിലാണ് നിങ്ങളുടെ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എല്ലാം വരുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. വേറാസ് ടേർഷറി സെക്ടർ അഥവാ സർവീസ് സെക്ടർ എന്ന് പറയുന്നതാണ് എന്റർടൈൻമെന്റ്, റീറ്റെയിലേഴ്സ്, ഫൈനാൻസ് കമ്പനീസ് ലൈക്ക് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ബാങ്കിങ്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം വരുന്നതാണ് നമ്മുടെ ടെർഷറി സെക്ടർ എന്ന് പറയുന്നത്. സോ ഈ മൂന്ന് സെക്ടേഴ്സ് എന്തെല്ലാമാണ്, അതിലെന്തെല്ലാം വരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. So with that, moving on to the very important topic from module 4, that is inflation. So നമ്മൾ ഏറ്റവും കൂടുതൽ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ പേപ്പറുകളിലും ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മളതിനെ പണപ്പെരുപ്പം എന്ന് പറയുന്നു. സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് റൈസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഇൻ ഇക്കോണമി ഇസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഇൻഫ്ലേഷൻ. സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് രാജ്യത്തിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വസ്തുക്കളുടെ വില കുതിച്ചുയരുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ പെർസിസ്റ്റന്റ് ഇൻക്രീസ് in the general price level or a persistent decline in the real income of the people is what we call as inflation. So inflation ഉണ്ടാകുമ്പോൾ ഒന്നില്ലെങ്കിൽ വസ്തുക്കളുടെ വില ഭയങ്കരമായിട്ട് കയറും, അഥവാ അതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, നമ്മുടെ ആളുകളുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ മൂല്യം കുറയുന്നു. ഓക്കെ, ഈ രണ്ട് സിറ്റുവേഷനും ഓക്കെ ഒരുമിച്ചായിട്ടാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫേമസ് ഇക്കോണമിസ്റ്റ് കേൾബോൺ ഹാസ് ഡിഫൈൻഡ് ഇൻഫ്ലേഷൻ ആസ് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. വളരെയധികം കാശ് എല്ലാവരും ഇല്ല, അതായത് മണി സപ്ലൈ കൂടുന്ന ഒരവസ്ഥേനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആ പണം ഉപയോഗിച്ച് വാങ്ങാനുള്ള കമ്മോഡിറ്റീസിൻ്റെ അളവ് മാർക്കറ്റിൽ കുറവായിരിക്കും. കാരണം പ്രൊഡക്ഷൻ കുറയും ഓട്ടോമാറ്റിക്കലി വസ്തുക്കൾക്ക് മാർക്കറ്റിൽ വില കൂടും. ആൻഡ് ആ ഒരു കണ്ടിന്യൂസ് റൈസിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. Now, how this inflation occurs? Okay, what are the causes of inflation? Inflation നമുക്ക് രണ്ട് രീതിയിലുള്ള റീസൺസ് ഉണ്ട്. We have supply side factors and you have demand side factors. Okay, so before getting into what are the reasons of inflation, you need to get familiar with what are the types of inflation. So we have 6 categories, or broadly the types of inflation can be explained in 6 heads. The first one is your demand pull inflation. സോ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫാക്ടേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് കൊണ്ട് വസ്തുക്കളുടെ പ്രൈസ് കൂടുന്ന അവസ്ഥ, അല്ലെങ്കിൽ രാജ്യത്ത് ഇൻഫ്ലേഷൻ വരുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ പറയുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി ഡ്യൂ ടു ദ ഡിമാൻഡ് ഫാക്ടേഴ്സ്. സെക്കൻഡ് വൺ ഇസ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഉൽപ്പാദന ചെലവ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വസ്തുക്കൾക്ക് വരുന്നതും ഇക്കോണമിയിൽ വരുന്ന പ്രൈസ് റൈസിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിലൂടെ ഇൻഫ്ലേഷൻ വരാണെങ്കിൽ ദാറ്റ് വി കോൾ ഇറ്റ് ആസ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. നൗ ഇഫ് ദ ഇൻഫ്ലേഷൻ റേറ്റ് ഇസ് ബിറ്റ്വീൻ 0 to 3%, 0-3% ഇടയിലാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ഇഫ് ദ ഇൻഫ്ലേഷൻ റേറ്റ് ഇസ് ബിറ്റ്വീൻ 3 to 10% in an year, we call it as walking inflation. If the inflation rate is more than 10%, we call it as galloping. And if it is more than 50%, it is a worse condition. We call it as hyperinflation. Now, what are the causes? As I already mentioned, we have two types of factors, or we have two sets of causes for your inflation. Inflation അല്ലെങ്കിൽ പണപ്പെരുപ്പം ഉണ്ടാകാൻ രണ്ട് രീതിയിലുള്ള കാരണങ്ങളുണ്ട്. The first one is your demand side factors. The second one is your supply side factors. Now, what is your demand side factors? ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തെല്ലാം എന്നുള്ളതാണ്. സോ ഡിമാൻഡ് സൈഡിൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് മണി സപ്ലൈ കൂടാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ, രാജ്യത്തിനകത്ത് വ്യക്തികളുടെ കൈകളിലേക്ക് എങ്ങനെയൊക്കെ മണി വരുന്നു അല്ലെങ്കിൽ കാശിൻ്റെ അളവ് കൂടുന്നു, ആ അളവ് കൂടുന്ന സമയത്തെല്ലാം നമുക്ക് ഇൻഫ്ലേഷനിലേക്ക് അത് വഴിവെക്കുന്നു. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ. ഏതെങ്കിലും സാഹചര്യം കൊണ്ട്, അത് റിസർവ് ബാങ്ക് എടുക്കുന്ന വായ്പാ നയങ്ങളിലായിരിക്കാം, അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് വയ്ക്കുമ്പോൾ ലോണുകൾ കൂടുതൽ സാങ്ഷൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് എടുക്കുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസി കൊണ്ടായിരിക്കാം.
ഏതൊരു വിധേനയും ആളുകളുടെ കയ്യിലേക്ക് മണി ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇൻഫ്ലേഷനിലേക്ക് വഴിവെക്കുന്നു. ആസ് ദ സെയിം തിങ് ഗോസ് വിത്ത് ദ ഡിസ്പോസിബിൾ ഇൻകം. ആളുകളുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്വാണ്ടിറ്റി ഓഫ് മണി കൂടുന്നു. ഇറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ. സെയിം ഗോസ് വിത്ത് ദ കൺസ്യൂമർ സ്പെൻഡിങ്. വെൻ കൺസ്യൂമർ സ്പെൻഡിങ് ഇൻക്രീസസ്, ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം, പൈസ ഉണ്ടാകുമ്പോൾ സ്പെൻഡിങ് കൂടുന്നു, സ്പെൻഡിങ് കൂടുമ്പോൾ അഗെയിൻ ഇറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ. ദെൻ ബ്ലാക്ക് മണി. ബ്ലാക്ക് മണി എന്ന് പറയുന്നത് അൺഅക്കൗണ്ടഡ് മണിയാണ്. ഉള്ള മണി ക്വാണ്ടിറ്റിയിലേക്ക് അൺഅക്കൗണ്ടഡ് മണിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മണി സപ്ലൈ വീണ്ടും കൂടും ഇക്കോണമിയിൽ. സോ ദാറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ. ദെൻ ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ്. എക്സ്പോർട്സ് ഇൻക്രീസ് ചെയ്യുന്നു. കയറ്റുമതി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കയറ്റി അയക്കുമ്പോൾ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ വരും, തിരിച്ചുള്ള പേയ്മെൻറ്റ് വരും. ആ പേയ്മെൻറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും മണി സപ്ലൈ ആ രാജ്യത്തിനകത്ത് കൂടുന്നു. ദാറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ. ദ ഫൈനൽ വൺ ഇസ് എ ചീപ്പ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറയുന്ന റിസർവ് ബാങ്കിൻ്റെ നയങ്ങൾ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് എടുക്കുന്ന ഡിസിഷൻസിനാണ് നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. വേറാസ് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇവിടെ ചീപ്പ് മോണിറ്ററി പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് റിസർവ് ബാങ്ക് വായ്പാ നിരക്കുകൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന അവസ്ഥയാണ് നമ്മൾ ചീപ്പ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ആളുകൾക്ക് ലോൺ എടുക്കാനുള്ള ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ടെൻഡൻസി കൂടുന്നു. സോ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ കയ്യിലേക്ക് പൈസ എത്തുന്നു, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് വിൽ ഫൈനലി ലീഡ് ടു ദ ഇഷ്യൂ ഓഫ് ഇൻഫ്ലേഷൻ. നൗ വാട്ട് ആർ ദ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് ആയിട്ട് ഇൻഫ്ലേഷൻ നിൽക്കുന്നത്? ഫസ്റ്റ് വൺ ഇസ് ഷോർട്ടേജ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഉൽപ്പാദന യൂണിറ്റുകളിൽ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ക്യാപിറ്റലോ ലേബറോ അങ്ങനെ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന ഏത് ഫാക്ടറാണോ ഷോർട്ടേജ് വരുന്നത് അതിൻ്റെ പ്രൈസ് കൂടും. ഓട്ടോമാറ്റിക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു, ഇൻഫ്ലേഷനിലേക്ക് അത് വരിക്കുന്നു. ഓക്കെ, സോ വെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഓട്ടോമാറ്റിക്കലി ആ വസ്തുവിൻ്റെ പ്രൈസ് കയറും. ദാറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ. സെയിം ഗോസ് വിത്ത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സോ നാച്ചുറൽ കലാമിറ്റീസോ ഒക്കെ ഉണ്ടാകുമ്പോൾ വസ്തുക്കൾ ഷോർട്ടേജ് വരും മാർക്കറ്റിൽ. ഒരു വസ്തു മാർക്കറ്റിൽ ഷോർട്ടേജ് വന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അതിൻ്റെ വില കൂടും. ദാറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ. എഗെയിൻ ഇറ്റ് ഗോസ് വിത്ത് ദ ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി. ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഹോർഡിംഗ് എന്ന് പറയുന്നത്. പൂഴ്ത്തി വയ്ക്കുക. ഒരു സാധനം മാർക്കറ്റിലേക്ക് എത്തിക്കാതെ ഗോഡൗണുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓട്ടോമാറ്റിക്കലി ഗോഡൗണുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ആ സാധനം മാർക്കറ്റിൽ കിട്ടാണ്ടാകുമ്പോൾ അതിൻ്റെ പ്രൈസ് കയറും. സോ ആ പ്രൈസ് കൂടുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് അത് മാർക്കറ്റിലേക്ക് എത്തിക്കും, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും. ബട്ട് അത് ഇൻഫ്ലേഷനിലേക്ക് വഴിവെക്കുന്നു. ആൻഡ് ഒബ്വിയസ്ലി ഫൈനലി ഇൻ്റർനാഷണൽ ഫാക്ടേഴ്സ് ലൈക്ക് യുദ്ധങ്ങൾ അതുപോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പല കാര്യങ്ങളും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഷോർട്ട് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന വസ്തുക്കൾക്ക് റേറ്റ് കൂടുന്നൊരവസ്ഥ വരും. ആൻഡ് ഫൈനലി ദാറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ. നൗ വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഇൻഫ്ലേഷൻ? എന്താണ് ഇൻഫ്ലേഷൻ്റെ കോൺസിക്വൻസസ്? നമുക്കറിയാം ദർ വിൽ ബി എൻ അൺസർട്ടനിറ്റി ഇൻ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ മൊത്തത്തിലൊരു വെയ്ഗ്നെസ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്, ഏത് ഇൻഡസ്ട്രിയാണ് ഇനി മുകളിലോട്ട് കയറാൻ പോകുന്നത്, അല്ലെങ്കിൽ വാട്ട്സ് ഗോണ ഹാപ്പൻ എന്നുള്ളത്. ദെൻ ഡിപ്രീസിയേഷൻ ഓഫ് മണി. നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുന്നൊരവസ്ഥ വരും. നമുക്ക് വാല്യൂ ഓഫ് മണി കുറയും. അതിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ കറൻസിയുടെ വാല്യൂ മറ്റുള്ള കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറയുന്നു. ഡിക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറയും. കാരണം ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇക്കോണമിയിൽ ഇൻഫ്ലേഷനും കൂടി വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അകത്തുനിന്നുള്ള ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. ഫൈനലി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഫക്ട്സ്. ഓക്കെ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഫക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലേഷൻ്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും അൺറസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ കെയോസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഫൈനലി ദിസ് വിൽ ഹാവ് എ ഹ്യൂജ് ഇമ്പാക്റ്റ് ഓൺ മാനുഫാക്ചേഴ്സ്. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇൻഫ്ലേഷൻ എഫക്റ്റ് ചെയ്യുന്നത് മാനുഫാക്ചേഴ്സിനെയാണ്, പ്രൊഡ്യൂസേഴ്സിനെയാണ്. കാരണം അവരുടെ ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രോഫിറ്റ് എന്നുള്ളത് കുറയും. Now, what are the methods to control inflation? University exam point of view, which is like this topic is considered to be a very important question. നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. What are the methods to control inflation? Inflation control ചെയ്യാനുള്ള methods. And the methods has been broadly divided into three. You have monetary policy, fiscal policy and other measures. Monetary policy ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസർവ് ബാങ്ക് നയങ്ങളാണ്. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ് നയങ്ങളാണ്. ആൻഡ് അതർ മെഷേഴ്സ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന മെഷേഴ്സിനെയാണ്. Now, monetary measures. Monetary measures, first one is your bank rate. Bank rate എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് വായ്പ കൊടുക്കുന്ന റേറ്റിനെയാണ് അല്ലെങ്കിൽ ലോൺസ് കൊടുക്കുന്ന റേറ്റിനെയാണ്, ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. സോ ബാങ്ക് റേറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ലെൻഡ്സ് മണി ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഈ പറയുന്ന ബാങ്ക് റേറ്റ് ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് ബാങ്ക് റേറ്റ് അവർ ഇൻക്രീസ് ചെയ്യും. റിസർവ് ബാങ്ക് വായ്പാ നിരക്കുകൾ കൂടും. വായ്പാ നിരക്കുകൾ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയുന്ന ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ലോൺ എടുക്കില്ല. അപ്പോൾ ആളുകളുടെ കയ്യിലേക്ക് മണി സപ്ലൈയുടെ അല്ലെങ്കിൽ മണി എത്തുന്നതിൻ്റെ അവൈലബിലിറ്റി കുറയും. ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷൻ
ഡിക്ലൈൻ ചെയ്യുന്നു. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. സോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. റിസർവ് ബാങ്കിന് ഗവൺമെന്റ് സെക്യൂരിറ്റീസും ബൈ ചെയ്യാനും സെല് ചെയ്യാനും മാർക്കറ്റിൽ, ഓപ്പൺ മാർക്കറ്റിൽ ബൈ ചെയ്യാനും സെല് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് റിസർവ് ബാങ്ക് ചെയ്യുന്ന ഒരു നയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സേഫ് ആണ്. അപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അങ്ങ് സെല് ചെയ്യും. സെല് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ജനങ്ങൾ നമ്മുടെ കയ്യിലുള്ള എക്സസ് മണി ഉപയോഗിച്ച് ഈ സെക്യൂരിറ്റീസ് വാങ്ങുന്നു. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കയ്യിലുള്ള എക്സസ് മണി ഗവൺമെന്റിലേക്ക്, റിസർവ് ബാങ്കിലേക്ക് പോകുന്നു. ഇൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇൻ റിട്ടേൺ നമുക്ക് സെക്യൂരിറ്റീസ് ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തുന്നവരെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു. ഓട്ടോമാറ്റിക്കലി മണി സപ്ലൈ കുറച്ച് നാളത്തേക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഫൈനലി മോണിറ്ററി മെഷേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് വേരിയബിൾ റിസർവ് റേഷ്യോ. വേരിയബിൾ റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് റേഷ്യോസിൻ്റെ ഒരു മിക്സ് ആണ് വേരിയബിൾ റിസർവ് റേഷ്യോ. സോ യുവർ വേരിയബിൾ റിസർവ് റേഷ്യോ ഇസ് ഈക്വൽ ടു ക്യാഷ് റിസർവ് റേഷ്യോ CRR പ്ലസ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR. ഇത് രണ്ടും കൂടുന്നതാണ് വേരിയബിൾ റിസർവ് റേഷ്യോ. സോ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അതാത് വർഷങ്ങൾ കിട്ടുന്ന ഡെപ്പോസിറ്റ്സിന്റെ 1% അവർ റിസർവ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് വെക്കണം. അതിനെയാണ് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. വേറെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR എന്ന് പറയുന്നത് അതാത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കിട്ടുന്ന ഡെപ്പോസിറ്റ്സിന്റെ 1% അവർ തന്നെ ലിക്വിഡ് മണി ആയിട്ടോ ഗോൾഡ് ആയിട്ടോ അവർ തന്നെ റിസർവ് ബാങ്കിന് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെ റിസർവ് ആയിട്ട് വെക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ SLR എന്ന് പറയുന്നത്. ഈ രണ്ട് റിസർവും കൂടിയാണ് നമ്മൾ വേരിയബിൾ റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് ഈ പറയുന്ന വേരിയബിൾ റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത്രയും എമൗണ്ട്, ഇൻക്രീസ് ചെയ്യുന്നിടത്തോളം ഉള്ള എമൗണ്ട് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക്സ് റിസർവ് ആയിട്ട് എപ്പോഴും നീക്കിയിരിപ്പ് വെച്ചിട്ടുണ്ടാവണം. കാരണം അവർക്ക് ഒരിക്കലും എടുത്ത് ലോൺ കൊടുക്കാൻ പറ്റില്ല. സോ ഓട്ടോമാറ്റിക്കലി ലോൺ കൊടുക്കാനുള്ള എമൗണ്ട് കുറയുന്നു, മണി സപ്ലൈ കുറയുന്നു, ഇൻഫ്ലേഷൻ ക്യാൻ ബി കൺട്രോൾഡ്. Then coming to fiscal measures. Fiscal measures is government measures. So the first one is reduction of unnecessary expenditure. ആവശ്യമില്ലാത്ത ഗവൺമെന്റ് എക്സ്പെൻസുകൾ കട്ട് ഷോട്ട് ചെയ്യുക. ആളുകളുടെ കയ്യിലേക്ക് പൈസ എത്താവുന്ന ഒരു രീതിയിലുള്ള പ്രൊജക്റ്റുകളോ കാര്യങ്ങളോ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം MNREGA, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതികൾ, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, അങ്ങനെ ആവശ്യമില്ലാത്ത, അതായത് ഇതൊക്കെ അത്യാവശ്യമുള്ള പോളിസീസ് ആണ്, പക്ഷേ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് ജനങ്ങളിലേക്ക് അധികമായിട്ട് പൈസ എത്തുന്ന സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് അൺനെസറി എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നു. ദെൻ ഇൻക്രീസസ് ടാക്സ് റേറ്റ്സ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ അധികമായിട്ടുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യാനായിട്ട് ടാക്സുകൾ സ്ലാബുകൾ ഇൻക്രീസ് ചെയ്യാം. ആൻഡ് ഇൻക്രീസ് സേവിങ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ്സോ അല്ലെങ്കിൽ പ്രോഗ്രാംസോ ഗവൺമെൻറ് ആസൂത്രണം ചെയ്യണം വെൻ ഇറ്റ് കംസ് ടു ഇൻഫ്ലേഷൻ. Now other measures, മറ്റുള്ള ജനറൽ മെഷേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇൻഫ്ലേഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഷോർട്ടേജ് വരും പ്രൊഡക്ഷനിൽ. അപ്പോൾ സാധനങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവുന്നില്ല, മാർക്കറ്റിൽ സാധനങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് പ്രൈസ് കയറുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കണം. പ്രൈസ് കൺട്രോൾ, പ്രൈസ് ഒരു പരിധിക്കപ്പുറം പോകുമ്പോൾ അതിനനുസരിച്ച് അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് ഗവൺമെൻറ്റും അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും എടുക്കണം. മോർ ഇമ്പോർട്ട്സ്, അധികം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടി ഇമ്പോർട്ട്സ് കൂട്ടുക. ഇമ്പോർട്ട്സ് കൂടുമ്പോൾ എക്സ്ട്രാ മണി മുഴുവൻ നമുക്ക് ഔട്ട്ഫ്ലോ വരുന്നു. ആൻഡ് ഫൈനലി കൺട്രോൾ ദ ബ്ലാക്ക് മണി. നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയിലുള്ള ബ്ലാക്ക് മണി കൺട്രോൾ ചെയ്യുക. കാരണം ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ഉള്ള ഇക്കോണമിയിലുള്ള മണി എമൗണ്ടിലേക്ക് വീണ്ടും പമ്പിങ് ചെയ്യുന്ന അൺഅക്കൗണ്ടഡ് മണിയാണ്. അപ്പോൾ അത് മാക്സിമം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാം. So these are the broad measures, or these are the three types of measures in which we can control inflation in an economy. Now, next set of topic from module 4 is related to business financing. So what is business financing? So business financing എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ അവിടെ വരുന്ന ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് ആ പറയുന്ന പ്രൊഡ്യൂസർക്ക് ഏതെല്ലാം സോഴ്സിൽ നിന്ന് ഇൻകം കിട്ടുന്നോ ആ സോഴ്സുകളൊക്കെ കൂടി പറയുന്ന പേരാണ് ബിസിനസ് ഫൈനാൻസിങ്. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ ഫണ്ട്സ് അവൈൽഡ് ബൈ എ ബിസിനസ് ഓണർ ടു മീറ്റ് ദയർ എക്സ്പെൻസസ്. ഓക്കെ, ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ് ഫേമിന് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർക്ക് ഏതെല്ലാം സോഴ്സിൽ നിന്ന് ഫണ്ട് കിട്ടുമോ ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ആസ് ബിസിനസ് ഫൈനാൻസിങ്. നൗ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ? ഈ പറയുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ ബിസിനസ് ഫൈനാൻസിങ്ങിനുള്ള സോഴ്സസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇന്റേണൽ സെൽഫ് ഫിനാൻസ്. അതായത് ഓരോ കമ്പനികളും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ശതമാനം ഒരു സേവിങ്സിലേക്ക് കൊടുക്കുന്നുണ്ടാവും. ആ സേവിങ്സ് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യും. അതാണ് ഇന്റേണൽ സെൽഫ് ഫിനാൻസ്. ദെൻ പബ്ലിക് ഡെപ്പോസിറ്റ്സ് യൂസ് ചെയ്യും. അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് ഡെപ്പോസിറ്റ്സ് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് അവർക്ക് ഉപയോഗിക്കാം. ലോൺസ് ഫ്രം ദ ബാങ്കിൽ നിന്ന് ലോൺ അവർക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ഉപയോഗിക്കുന്ന നമ്മൾ ഈ NBFC, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ പോലെയുള്ള ബാങ്കല്ല, ബാങ്കേതര
സ്ഥാപനങ്ങൾ ഉണ്ടാവും. അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, ബട്ട് ദേ ക്യാൻ ആക്ച്വലി അവൈൽ ലോൺ ഫ്രം ദോസ് കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് ഫൈനലി ഡെവലപ്മെന്റ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബിസിനസ് ആളുകൾക്ക് ലോൺ കൊടുക്കുന്ന ചെറുകിടമായിട്ടുള്ള ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് സിഡ്കോ, അതുപോലെ തന്നെ നബാർഡ് അതുപോലെയുള്ള ഏജൻസികളിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫണ്ട് നമുക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. നൗ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ട് ഷെയർസ്? ബോണ്ടും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് വരുമ്പോൾ. എന്താണ് ബോണ്ട്, എന്താണ് ഷെയർ, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഷെയർ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങി എന്ന് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആ കമ്പനിയുടെ മേൽ അല്ലെങ്കിൽ ആ കമ്പനിയിൽ ചെറിയൊരു ഓണർഷിപ്പ് റൈറ്റും കൂടിയാണ് ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറാസ് ബോണ്ടിൽ നമുക്കൊരു ഓണർഷിപ്പ് റൈറ്റ് കിട്ടില്ല. ഷെയറിൽ നമുക്ക് ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ ഒരു ശതമാനം നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നു. ബോണ്ടിൽ നമുക്ക് കിട്ടുന്നത് മെച്യൂരിറ്റി പീരീഡിന് ശേഷം, ഓക്കെ, മെച്യൂരിറ്റി പീരീഡിന് ശേഷം കൃത്യമായിട്ടൊരു എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടും. ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തി തിരിച്ച് എമൗണ്ട് കിട്ടുന്ന ഒരു പ്രതീതിയാണ് ബോണ്ട്. ഓക്കെ, സോ ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് ദാറ്റ് റെപ്രസെന്റ്സ് എ ലോൺ മെയ്ഡ് ബൈ എൻ ഇൻവെസ്റ്റർ ടു ബി ബോറോവർ. ഓക്കെ, അത് കൂടുതലും ഗവൺമെന്റും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബോണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യാറ്. വേറെ ഷെയർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഷെയർ എന്ന് പറയുന്നത് ഒരു ഓണർഷിപ്പ് റൈറ്റും കൂടിയാണ്. അതിനോടൊപ്പം തന്നെ കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു ശതമാനം നമുക്ക് തിരിച്ചു കിട്ടുന്നു. ആ തിരിച്ചു കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു ശതമാനത്തിനെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ആ ശതമാനത്തിനാണ് വി കോൾഡ് ആസ് ഡിവിഡൻസ്. നൗ വാട്ട് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ട് ആൻഡ് ഷെയർ? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റർ ലെൻഡ്സ് മണി ടു ദ ബാങ്ക്, ബാങ്ക് അല്ല, കമ്പനിയിലേക്ക് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് ബോണ്ട് എന്ന് പറയുന്നത്. വേറെ ഷെയർ എന്ന് പറയുമ്പോൾ ഒരു ഓണർഷിപ്പ് റൈറ്റും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ബോണ്ട്സിൽ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവായിരിക്കും, വേറെ ഷെയറിൽ റിസ്ക് ഹയർ ആയിരിക്കും. ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. വേറെ ഷെയറുകൾ കൂടുതലും ചെയ്യുന്നത് കോർപ്പറേറ്റ്, അതായത് പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും, രജിസ്റ്റേർഡ് കമ്പനീസ്. ദെൻ ബോണ്ടിൽ നമുക്ക് ബോണ്ട് ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്, ഒരു ഫിക്സ്ഡ് പേയ്മെന്റ് ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് ആണ്, അത് ഫിക്സ്ഡ് ആയിരിക്കില്ല, വേരിയബിൾ ആയിരിക്കും അക്കോർഡിംഗ് ടു ദ കമ്പനീസ് പെർഫോമൻസ്. Then bond എന്ന് പറയുന്ന return from the bond is certain, whereas return from the share is uncertain. Then in bond the maturity period is fixed and there is no maturity period in the share. So these are the basic difference between bond and a share. Now what is the basic difference between money market and capital market? നമുക്കറിയാം, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് you need to familiar with എവിടെ നിന്നാണ് ഈ മാർക്കറ്റ് ഇവോൾവ് ചെയ്യുന്നത്. വി ഹാവ് സംതിങ് കോൾഡ് ആസ് ഫൈനാൻഷ്യൽ സെക്ടർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെൻസെക്സ്, നിഫ്റ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ പറയുന്ന സൂചികകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ബോണ്ടും ഷെയറും ഇക്വിറ്റിയും സ്റ്റോക്കും എല്ലാം നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്ന മാർക്കറ്റ് എന്ന് പറയുന്നതാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. സോ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് വെയർ ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കം ടുഗെദർ ടു ട്രേഡ് ദ ഫൈനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് ബോണ്ട്, സ്റ്റോക്ക്, ഡെറിവേറ്റീവ്സ്, കറൻസീസ് ആൻഡ് കമോഡിറ്റീസ്. ഈ പറയുന്ന ബോണ്ടും സ്റ്റോക്കും എല്ലാം വാങ്ങാനും വിൽക്കാനും വരുന്ന അല്ലെങ്കിൽ വാങ്ങാനും വിൽക്കാനും പറ്റുന്നൊരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. നൗ വാട്ട് ഇസ് മണി മാർക്കറ്റ് ആൻഡ് വാട്ട് ഇസ് ക്യാപിറ്റൽ മാർക്കറ്റ്? മണി മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന, അതായത് ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മാർക്കറ്റാണ്. അതായത് എനിത്തിങ് ലെസ് ദാൻ 1 ഇയർ ഓർ എനിത്തിങ് ലെസ് ദാൻ 1 ഇയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മണി മാർക്കറ്റ്. വേറാസ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. സോ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്, മണി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുന്നത്, ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ ആയിരിക്കും. ആ ഒരു ബേസിക് ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് നൗ വാട്ട് ഇസ് എ ബേസിക് ഡിഫറൻസ്, അല്ലെങ്കിൽ എന്തൊക്കെ മേജർ ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിൽ ഉള്ളത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം സെക്യൂരിറ്റീസ് ആയിരിക്കും, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിലുള്ളത്. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ആയിരിക്കും. ദെൻ സെക്കൻഡ് വൺ, ക്യാപിറ്റൽ മാർക്കറ്റ് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിരിക്കും, അവർ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിരിക്കും. വേറാസ് മണി മാർക്കറ്റ് ഇസ് നോട്ട് ദാറ്റ് ഓർഗനൈസ്ഡ് ആസ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ലോ റിസ്ക് ആണ്, നമുക്ക് റിട്ടേൺ കുറച്ചും കൂടി എഷർ ചെയ്യാൻ പറ്റും. വേറാസ് മണി മാർക്കറ്റിൽ കമ്പാരിറ്റീവ്ലി ഹൈ റിസ്ക് ആയിരിക്കും, റിട്ടേൺ നമുക്ക് എഷേർഡ് ആണ്, പക്ഷെ നമുക്ക് ഇത്രയും കിട്ടും എന്നുള്ള ഫിക്സ്ഡ് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. Then capital market will give high returns, whereas money market will give low returns in compared to the capital market returns. So these are the basic difference. Now what do you mean by stock market? എന്താണ് stock market? So stock market refers to the public market that exists for issuing, buying and selling stocks that trade on stock exchange.
സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കമ്പനീസ് വന്ന് രജിസ്റ്റർ ചെയ്യുന്നു. ഈ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നതും സെൽ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫെയർ ഡീലിംഗ് ഇൻ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസ്. ഈ പറയുന്ന ഷെയറുകളും ബോണ്ടുകളും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ഒരു ഫെയർ ഡീലിംഗ്, അതിൽ സുതാര്യത ഉറപ്പാക്കുന്നു. പ്രൈസിങ് ഓഫ് സെക്യൂരിറ്റീസ്. ഓരോ കമ്പനീസും വിൽക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിങ് അത് എത്ര വേണം, അത് വളരെയധികം കൂടാതെയും കുറയാതെയും ഒരു ഫെയർ ഡീലിംഗ് അവിടെ കൊണ്ടുവരാൻ പറ്റുന്നു. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. അതിൽ ഈ മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ സെക്യൂരിറ്റീസ് ആണെങ്കിലും പ്രൊട്ടക്ഷൻ ആണെങ്കിലും സേഫ്റ്റി ഇൻ ട്രാൻസാക്ഷൻ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് ആക്ച്വലി കോൺട്രിബ്യൂട്ട്സ് ഫോർ ദ ഇക്കണോമിക് ഗ്രോത്ത്. കാരണം നമുക്കറിയാം ഫൈനാൻഷ്യൽ മാർക്കറ്റ് നമ്മുടെ ഇക്കോണമിയുടെ ഗ്രോത്തിന് ഒരു അവിഭാജ്യ ഘടകമാണ്. സോ ഇറ്റ്സ് ഫൈനലി കോൺട്രിബ്യൂട്ട്സ് ഫോർ ദ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. Now, what is your DMAT account? Okay, these are the related topics. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്, നമ്മൾ ഐസൊലേറ്റഡ് ടോപ്പിക്സ് അല്ല, നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ടോപ്പിക്സ് ആണ്. സോ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിൽ ആവശ്യമുള്ളൊരു അക്കൗണ്ടിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ TCS എന്നുള്ള കമ്പനി അവരുടെ ഷെയറുകൾ വിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് വാങ്ങണം. അപ്പോൾ ആ ഫിസിക്കൽ ഷെയറുകളെ നമ്മൾ ഇലക്ട്രോണിക് ഫോമിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഡിമാറ്റ് ഇസ് ആൻ അബ്രിവേഷൻ ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ വിച്ച് മീൻസ് ടു കൺവേർട്ട് ദ ഫിസിക്കൽ ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് ഇൻ ടു ഇലക്ട്രോണിക് ഫോം. ഫിസിക്കൽ ഫോമിലുള്ള ഷെയറുകളെ നമ്മൾ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്ന ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ പറയുന്ന ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെ പറയുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ട്രേഡിംഗ് അക്കൗണ്ട്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഓൺ പ്രൊഫൈലിനെയാണ്. നമ്മൾ ഇപ്പോൾ പറയില്ലേ ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്ന പോലെ തന്നെ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രൊഫൈലിനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ട്രേഡിംഗ് അക്കൗണ്ട് ഇസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ട്രാൻസാക്ഷൻ ഓർ ഫോർ ട്രാൻസാക്ടിങ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് ട്രാൻസാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. നൗ വാട്ട് ഇസ് സെൻസെക്സ്? നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സെൻസെക്സ് എന്താണ് എന്നുള്ളത്. The whole word Sensex was launched on Jan 1st, 1986. 1986ലാണ് സെൻസെക്സ് എന്നുള്ള വേർഡ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഇനി എന്താണ് സെൻസെക്സ്? Sensex is an investable index used to track the performance of India's 30 largest and most financially sound companies. അതായത് ഇന്ത്യയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓക്കെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തുന്ന രാജ്യത്തെ 30 ലാർജസ്റ്റ് കമ്പനീസിൻ്റെ പെർഫോമൻസ് ട്രാക്ക് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു സൂചികയെ അല്ലെങ്കിൽ ഇൻഡെക്സിനെയാണ് നമ്മൾ സെൻസെക്സ് എന്ന് പറയുന്നത്. Okay, so Sensex is nothing but it is an investable index used to track the performance of India's 30 largest and the most financially sound companies. അപ്പോൾ ഈ കമ്പനീസിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും സെൻസെക്സ് കൂടെ. നമ്മളെപ്പോഴും ന്യൂസിൽ കേൾക്കാം സെൻസസ് സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ് കൂടി കുറഞ്ഞു എന്നുള്ളത്. സോ ഇറ്റ്സ് ബേസിക്കലി മീൻസ് ആ 30 കമ്പനീസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് സെൻസെക്സിൽ നമുക്ക് ഫ്ലക്ച്വേഷൻസ് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഫ്രം മോഡ്യൂൾ 4 is your നിഫ്റ്റി. സോ എന്താണ് നിഫ്റ്റി? നിഫ്റ്റി എന്ന് പറയുന്ന രണ്ട് വാക്കുകളുടെ ഒരു മിക്സ് ആണ്. നിഫ്റ്റി മീൻസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് 50. ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ് നമ്മൾ നിഫ്റ്റി എന്നുള്ള വേർഡ് വരുന്നത്. സോ ഇറ്റ്സ് എൻ അബ്രിവേഷൻ ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50. ഓക്കെ, അതിൽ നിന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോമിനെയാണ് നമ്മൾ നിഫ്റ്റി എന്ന് പറയുന്നത്. സോ നിഫ്റ്റി ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ടോപ്പ് പെർഫോമിംഗ് 50 ഇക്വിറ്റി സ്റ്റോക്സ് ദാറ്റ് ആർ ആക്റ്റീവ്ലി ട്രേഡിംഗ് ഇൻ ദ ഇൻഡെക്സ്. അതായത് ഈ പറയുന്ന ഇൻഡെക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസെക്സിൽ കമ്പനീസിൻ്റെ എണ്ണം വ്യത്യാസമാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്നത് 50 കമ്പനികൾ അല്ലെങ്കിൽ 50 ഇക്വിറ്റി സ്റ്റോക്സ് അത് ആക്റ്റീവ്ലി ട്രേഡിംഗ് ആയിരിക്കും സെൻസെക്സിൽ. അതിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ നിഫ്റ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിഫ്റ്റി ഈസ് ഓൾസോ നോൺ ആസ് നിഫ്റ്റി 50 ഓർ CNX നിഫ്റ്റി. അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയും, പക്ഷേ ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ നിഫ്റ്റി എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. So with this we come to the end of module 4 and I hope this particular video will be really helpful for preparing your university exam for this particular paper. So we'll be back with module 5 with the major topics from the module 5. Thank you.